നന്നായിട്ട് കറുത്ത് ഇടതൂർന്ന് ഒട്ടും തന്നെ നരയില്ലാണ്ട് അടിപൊളി ഹെയർ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളെ പലരും. എന്നാലിപ്പോൾ അകാല നര എന്ന പ്രശ്നം എല്ലാവരും അലട്ടുന്നുണ്ടല്ലേ. അതിനുള്ള ഒരു അടിപൊളി പരിഹാരമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് തികച്ചും നാച്ചുറലായിട്ട് തന്നെ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാണ്ട് ആർക്കും പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. 101% റിസൾട്ട്, ട്രൂ റിസൾട്ട് തന്നെയാണ് ഇതിൽ കിട്ടുന്നത്. ഇപ്പോൾ യൂട്യൂബിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇതുപോലത്തെ കാണാൻ പറ്റും. പക്ഷേ ഇത് 100% വിശ്വസിക്കാൻ പറ്റുന്നതാണ്. ആദ്യത്തെ യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും. അതായത് ഇതിൻ്റെ കളറ് ഒരു 20 മുതൽ 25 ദിവസം ഇതിനുള്ളിൽ ഇത്രയും ദിവസം എന്തായാലും നിൽക്കും. അപ്പോൾ അത്രയ്ക്ക് റിസൾട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ നീനു. എല്ലാ കൂട്ടുകാർക്കും മല്ലീസ് യൂട്യൂബ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഹെയറിലെ നര വേഗം മാറ്റണമെങ്കിൽ നമ്മൾ പലരും കെമിക്കലായിട്ടുള്ള ഡൈ ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അത് ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ട്. ക്യാൻസർ പോലുള്ള രോഗങ്ങൾ പോലും അത് കാരണം ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇതുപോലെ വളരെ നാച്ചുറലായിട്ടുള്ള യൂസ് ചെയ്യുമ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും തന്നെ വരത്തില്ല. പക്ഷേ കുറച്ച് ദിവസം കളർ നിൽക്കും, ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം എടുക്കുന്നത് നമ്മുടെ നെല്ലിക്കപ്പൊടിയാണ്. നെല്ലിക്കപ്പൊടി തന്നെ എടുക്കണമെന്ന് യാതൊരുവിധ നിർബന്ധമില്ല. നമ്മുടെ കയ്യിൽ പച്ച നെല്ലിക്ക ഉണ്ടെങ്കിൽ അതിൻ്റെ നീര് എടുത്താലും മതിയാവും. വളരെ നല്ല റിസൾട്ട് തന്നെ ഇതിന് കിട്ടുന്നുണ്ട്. രണ്ടും സെയിം റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നെല്ലിക്കപ്പൊടിയുള്ളവർ നെല്ലിക്കപ്പൊടി എടുക്കാം. അത് നമ്മുടെ ഹെയറിൻ്റെ ഇതിനനുസരിച്ച്, അതായത് എത്രത്തോളം നരയുണ്ട് അതിനനുസരിച്ച് എടുക്കാം. നമ്മുടെ ഹെയറിൽ ഫുൾ അപ്ലൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇത് ഹെയർ നന്നായിട്ട് വളരാനും വളരെയധികം ഹെൽപ്ഫുൾ ആവും ഈ നെല്ലിക്കപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടത് വേറൊന്നുമല്ല, നമ്മുടെ മൈലാഞ്ചിപ്പൊടിയാണ്. മൈലാഞ്ചിപ്പൊടി ഇല്ലാത്തവർ നാച്ചുറലായിട്ട് കിട്ടുന്ന മൈലാഞ്ചി നന്നായിട്ടൊന്ന് ഉണക്കി ഒന്ന് എടുത്ത് ഇതുപോലെ പൊടിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ പച്ചയ്ക്ക് തന്നെ എടുക്കുന്നതും വളരെ നല്ലതായിരിക്കും. ഈ മൈലാഞ്ചിയും കൂടി ഇടുമ്പോൾ അതിന് നല്ലൊരു ബ്രൗണിഷ് കളറാണ് കിട്ടുന്നത്. എന്നാൽ നെല്ലിക്കപ്പൊടിയും കൂടി ആകുമ്പോഴാണ് അത് നല്ലൊരു ബ്ലാക്ക് ആയിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഹെയറിൻ്റെ ഇതിനനുസരിച്ച് ടെക്സ്ചർ അനുസരിച്ചിട്ട് വേണം അത് എടുക്കാനായിട്ട്. രണ്ടും സെയിം അളവല്ല. നെല്ലിക്കൊടി അല്പം കുറവായിട്ട് എടുത്താൽ മതി. നമ്മുടെ മൈലാഞ്ചിപ്പൊടി ഉണ്ട്, അത് അല്പം കൂടുതൽ എടുക്കാം. ഇനി ഇത് നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത് തേയിലയും കോഫിയും കൂടി ഇട്ട് വെച്ച മിക്സ്ഡാണ്. അപ്പോൾ ഇത് നന്നായിട്ട് വെട്ടിത്തെളിച്ച് നല്ല ഡാർക്ക് കളറാകുമ്പോൾ എടുക്കാം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ കുറേശ്ശെ ഒഴിച്ച് നമുക്കത് ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ എല്ലാം ഒഴിച്ചു കൊടുത്താൽ അത് വേഗം ഒന്ന് കട്ട പിടിച്ച് പോവുകയും ചെയ്യും. നമുക്ക് നല്ല രീതിയിൽ അത് മിക്സ് ചെയ്ത് എടുക്കാനും പറ്റത്തില്ല. അത് കാരണം കുറേശ്ശെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ രണ്ട് സംഭവം മതി നമ്മുടെ മുടി നല്ല ഹെയർ വളരാനും ഹെൽപ്ഫുള്ളാവും. അതുപോലെ നല്ല രീതിയിൽ നരച്ച മുടി കറുപ്പിക്കാനും വളരെയധികം ഹെൽപ്ഫുള്ളാവും. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ അല്ല കേട്ടോ യൂസ് ചെയ്യാൻ പോകുന്നത്. അതിന് വേറൊരു ടെക്നിക്കും കൂടിയുണ്ട്. അതും കൂടി വെച്ച് ചെയ്താൽ മാത്രമാണ് ആ ഒരു റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നെല്ലിക്കപ്പൊടിക്കും മൈലാഞ്ചിപ്പൊടിക്കും പകരം നാച്ചുറലായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മൈലാഞ്ചി അരയ്ക്കാനായിട്ട് നമുക്ക് നെല്ലിക്കയുടെ ജ്യൂസും അതുപോലെ നമ്മുടെ കട്ടൻ ചായയുടെ ജ്യൂസും കൂടി മിക്സ് ചെയ്ത് എടുത്താൽ മതിയാവേ. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് ഞാനിങ്ങനെ കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തെടുക്കേണ്ടത് ഈ ഒരു രീതിയിൽ കിട്ടണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ഹെയറിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഒരുപാട് തിക്കായി പോകാനും പാടില്ല, എന്നാൽ ഒരുപാട് അങ്ങോട്ട് ലൂസായി പോകാനും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിലിരിക്കണം. എങ്കിലാണ് നീറ്റായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് മുടിയുടെ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ അപ്ലൈ ചെയ്യാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഹെയർ നല്ലൊരു ബ്രൗൺ കളറായി മാറണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ മൈലാഞ്ചിപ്പൊടിയും അതിനോട് ബീട്രൂട്ടും കൂടി ചേർത്ത് ഇത് യൂസ് ചെയ്താൽ മതിയേ. ഇനി നമ്മൾ ഈ ഒരു മിശ്രിതം ഉണ്ടല്ലോ ഒരു അയൺ കടായിലോട്ട് ഈ വെച്ച് കൊടുക്കുകയാണ്. അയൺ കടായിലോട്ട് വെച്ച് കൊടുക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ഡൈ ആയിട്ട് മാറുന്നത്. അല്ലാണ്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് റിസൾട്ട് ഇതുവരെ കണ്ടു വന്നിട്ടില്ലേ. അപ്പോൾ ഇത് നല്ല രീതിയിൽ നമ്മുടെ അയൺ കടായിൽ ഫുള്ള് മിക്സ് ആവുന്ന വിധത്തിൽ, അതായത് ആ മിശ്രിതം ഉണ്ടല്ലോ അത് ഫുൾ കടായിലോട്ട് ടച്ച് ചെയ്യുന്ന വിധത്തിൽ നമ്മൾ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ സ്പ്രെഡ് ആവാത്ത ഭാഗം, അതായത് തൊടാത്ത ഭാഗങ്ങൾ ആ ഒരു ബ്ലാക്ക് കളറായി മാറത്തില്ലേ. നമ്മൾ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് വെച്ചാൽ മാത്രമാണ് നല്ല രീതിയിൽ ഇരുമ്പിൻ്റെ അംശമൊക്കെ നമ്മുടെ ആ ഒരു കൂട്ടിലോട്ട് ഇറങ്ങി വരികയും അത് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു റിസൾട്ട് പെട്ടെന്ന് കിട്ടുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പോൾ അയൺ കടായി എടുക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ നല്ല രീതിയിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. ഇത് ഒരു ഓവർനൈറ്റൊന്നും ഞാനിതിനെ ഇങ്ങനെ വെക്കുന്നില്ല കേട്ടോ. കാരണം ഇത് ജസ്റ്റ് ഒരു 4 മണിക്കൂർ അതിനകത്ത് 3 മുതൽ 4 മണിക്കൂറിനകത്ത് ഇതുപോലെ ഒരു അയൺ കടായി
കടായിലോട്ട് വച്ച് അടച്ചു വെച്ചാൽ മാത്രം മതിയാവും. നമുക്ക് നല്ല രീതിയിൽ അതിൻ്റെ ഡൈ പ്രിപ്പയറായി കിട്ടുന്നതായിരിക്കും. പിന്നെ നീരിറക്കം പോലുള്ള പ്രശ്നമുള്ളവരാണെങ്കിൽ ഇതിൽ കുറച്ച് കുരുമുളക്, ഒരു 4-5 കുരുമുളകും കൂടിയിട്ട് വയ്ക്കുക കേട്ടോ. പിന്നെ ഞാൻ 4 മണിക്കൂറിന് ശേഷം കാണിക്കാവേ. ഇത് കണ്ടോ, കറക്റ്റ് 4 മണിക്കൂർ, അത്രയും ആയിട്ടില്ല, പക്ഷേ നല്ല ബ്ലാക്കായിട്ട് നല്ല ഡൈ ആയിട്ട് പ്രിപ്പയറായി വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഓവർനൈറ്റ് ഒന്നും ഇതുവരെ വെച്ചിട്ടില്ല. ഈ ഒരു അയൺ കടായിലാണ് നമ്മൾ സൂക്ഷിക്കുന്നതെങ്കിൽ ഒരു 3 മുതൽ 4 മണിക്കൂർ ഇതിനകത്ത് തന്നെ നമുക്ക് ഡൈ പ്രിപ്പയറായി കിട്ടും. അപ്പോൾ നമ്മൾ മോർണിംഗ് പ്രിപ്പയറായി വയ്ക്കുവാണെങ്കിൽ ആ ഒരു പെട്ടെന്ന് തന്നെ നമുക്കത് ഡൈ ആയിട്ട് എടുക്കുകയും ചെയ്യാം, നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് വേഗം കുളിച്ച് റെഡിയാക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ നീരിറക്കം പ്രശ്നമുള്ളവർ ഒന്നുകിൽ കുരുമുളക് ഇടുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാമ്പു ഉണ്ടല്ലോ അത് 4-5 ഒന്ന് നന്നായിട്ട് പൊടിച്ച് ഇതിനോടൊപ്പം ചേർത്ത് നിങ്ങളുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുക. ഓരോരുത്തരുടെ എങ്ങനെയാണ് പറ്റുന്നത് അതിനനുസരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇത് 2-3 മണിക്കൂറൊന്നും വെക്കാൻ ആവശ്യം വരുന്നില്ല. പറ്റുന്നവർ 1 മണിക്കൂർ, മാക്സിമം 1 മണിക്കൂർ വെച്ചാലും അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോഴുണ്ടല്ലോ എല്ലാ ഭാഗത്തും ഒരുപോലെ കിട്ടുന്ന വിധത്തിൽ വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഒരു മുടി പോലും മിസ്സായിട്ടുണ്ടെങ്കിൽ ആ ഭാഗം നരമുടി അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് അപ്ലൈ ചെയ്ത ശേഷം പിറ്റേ ദിവസം നമ്മളിത് ഈ ഒരു കൂട്ടും കൂടി കൊടുക്കണം, എങ്കിലാണ് നല്ല കട്ട കറുപ്പിൽ നമുക്ക് കിട്ടുന്നത്. ഇത് വേറൊന്നുമല്ല, നമ്മുടെ ഇൻഡിഗോ പൗഡറാണ്, നമ്മുടെ നീലയമരി പൊടി എന്ന് പറയും. ഇത് നല്ല ബ്രാൻഡ് നോക്കി തന്നെ ചൂസ് ചെയ്യുക. ബ്രാൻഡ് അത്രയ്ക്ക് പെർഫെക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കളർ കിട്ടിയെന്ന് വരത്തില്ല. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ കുഞ്ഞ് ആയുർവേദ ഷോപ്പൊക്കെ ഉണ്ടല്ലോ അവിടെ നിന്ന് വാങ്ങുന്നതാണ് കുറച്ചുകൂടി നല്ല ബ്രാൻഡ് കിട്ടുന്നത്. അപ്പോൾ അത് നമ്മുടെ ഹെയറിന് എത്ര ആവശ്യം അതിനനുസരിച്ച് എടുക്കാം. പിന്നെ ഇത് മിക്സ് ചെയ്യുന്നത് ഇളം ചൂടുവെള്ളത്തിൽ തന്നെ മിക്സ് ചെയ്യുക, എങ്കിലേ ആ ഒരു നല്ല റിസൾട്ട് ഇതിൽ കിട്ടുന്നുണ്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇതും ഒട്ടും തന്നെ കട്ടയില്ലാണ്ട് നന്നായിട്ട് ഇതുപോലെ മിക്സാക്കി എടുക്കാം. ഇത് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കണേ, എങ്കിലാണ് കറക്റ്റ് ഡൈ അതിൽ നിന്ന് ഇതായി വരുന്നത്. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു നുള്ളുപ്പ്, ഒരുപാട് കൂടി പോകേണ്ട, ഒരു നുള്ളുപ്പും കൂടെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു ഡൈ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷമുള്ള ആ ഒരു റിസൾട്ട് കൂടി ഞാൻ കാണിച്ചു തരാം. ഇപ്പം നല്ല ഗ്രീനിഷ് ആയിരിക്കുന്നു. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഡാർക്ക് ബ്ലൂ ആയിട്ട് മാറും. അതാണ് നീലയമരി എന്ന് പറയുന്നത് കേട്ടോ. കറക്റ്റ് ഒരു നീല, നല്ല ഡാർക്ക് നീലയായിട്ടാണ് മാറുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇനി നമ്മൾ ഇത് ഹെയറിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ നമ്മുടെ തലേ ദിവസത്തെ കൂട്ട് ഇട്ട് കൊടുത്തില്ലേ, അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഇത് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോഴാണ് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത്. ഇൻഡിഗോ പൗഡറും യൂസ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത ശേഷം നമ്മുടെ ഹെയറിലോട്ട് അപ്ലൈ ചെയ്തുക. ഇതും ജസ്റ്റ് 1 മണിക്കൂർ മാത്രം ഹെയറിൽ ഇട്ടിരുന്നാൽ മാത്രം മതിയാവും കേട്ടോ. ഇതും നമ്മുടെ ഓരോ ഹെയറിലും നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ആരുടെയെങ്കിലും ഹെൽപ്പ് ചോദിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം വാഷ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ നല്ല രീതിയിൽ നല്ല ബ്ലാക്കായിട്ട് മാറുന്നതായിരിക്കും. അതിൽ യാതൊരുവിധ സംശയമില്ലേ. ഇതിലെന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ തന്നെ അൺസബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നൊരു ബൈ.